ഹായ്, ഞാൻ സലു. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാൻസി മാഡത്തിൻ്റെ ഗാർഡൻ അപ്ഡേഷൻസ് ആണ്. നേരത്തെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് നടുന്ന രീതി, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന രീതി, പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ജാൻസി മാഡത്തിൻ്റെ ഗാർഡൻ എങ്ങനെയുണ്ട്, പ്ലാന്റ്സ് ഒക്കെ എവിടം വരെയായി, ഏതെങ്കിലും പ്ലാന്റ്സ് നശിച്ചു പോയിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു തന്ന ഒരുപാട് ടിപ്സ് ഉണ്ട്. ഫെർട്ടിലൈസർ ആണെങ്കിലും, അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് ചെയ്യുന്ന രീതിയാണെങ്കിലും, കെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ പ്രോഗ്രസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പം തീർച്ചയായും ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം മുന്നോട്ടുള്ള വീഡിയോസ് ഇടുമ്പം ഒരു എൻകറേജ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ചെടിച്ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ചെമ്പകമാണ് കേട്ടത്. കണ്ടോ, ചെമ്പകത്തുമ്പോൾ പൂവിട്ടിരിക്കുന്നത് കണ്ടോ? എല്ലാം നല്ല വിടർന്നൊക്കെ നിൽക്കുന്നു. ഞാൻ പറിക്കാനുള്ള മടിയും കൊണ്ട് ഒറ്റ ചെമ്പകപ്പൂ പോലും ഇതിന്ന് പറിച്ചില്ല കേട്ടോ. നാടൻ ചെടികളെ എങ്ങനെ ചെടിച്ചട്ടിയിൽ വളർത്താം എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പോട്ടിംഗ് മിക്സും നടീൽ രീതിയൊക്കെ പറഞ്ഞിരുന്നു. അത് കാണാത്തവരൊന്നും കാണുക. നമുക്ക് നഴ്സറിയിൽ നിന്ന് അവൈലബിൾ ആണ് ബഡ് ചെയ്ത ഇതേപോലെ ചെമ്പകം. പല കളറിൽ 2-3 കളറിൽ ചെമ്പകം ബഡ് ഇത് വരുന്നുണ്ട്. ഞാൻ വൈറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇതേപോലെ ചട്ടിയിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് നോക്കി. പൂക്കളൊക്കെ നല്ല രസം, എന്ത് മണമെന്നറിയോ. ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണത്. നമ്മുടെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഈ ചെടികളൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ടാവുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ട് ചെടിച്ചട്ടിയിലും ചെമ്പകം നമുക്ക് വളർത്താം കേട്ടോ. നാടൻ പിറ്റൂണിയ എങ്ങനെ മനോഹരമായിട്ട് വളർത്തിയെടുക്കാം, അതിൻ്റെ നടീൽ രീതി, അതിൻ്റെ പരിപാലനം, അതിൻ്റെ പോട്ടി മിക്സ്, അതിൻ്റെ വളപ്രയോഗമൊക്കെ ഞാൻ പറയുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് പലരും കണ്ടു കാണും. ആ രീതിയിൽ നട്ട് പരിപാലിച്ചെടുത്ത എൻ്റെ നാടൻ പിറ്റൂണിയാണ് കേട്ടോ ഇത്. ഞാൻ ഹാങ് ചെയ്തിട്ടാണ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗി ഹാങ് ചെയ്തിരുന്നതാണ്. പിന്നെ അതുപോലെ ചട്ടിയിൽ നമ്മൾ കയറ് ചുറ്റി, ഒരു കമ്പ് കയറൊക്കെ ചുറ്റി മുകളിലേക്ക് പടർത്തിയാലും ഭംഗിയുണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാലും നിങ്ങൾക്കത് ഐഡിയാസ് മനസ്സിലാകും. അപ്പോൾ ഞാൻ അതുപോലെ വളർത്തിയെടുത്ത എൻ്റെ നാടൻ പിറ്റൂണിയാണിത്. ഞാൻ കുറച്ച് സീസൺ പിറ്റൂണിയാസും ഈ തവണ സീസൺ ഫ്ലവറായിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിരുന്നു. പക്ഷെ അതെല്ലാം എന്താ പറയുക, ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ലൈഫൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം രക്ഷപ്പെട്ട് കിട്ടി. ഞാൻ അതിൻ്റെ കമ്പ് നട്ടപ്പോൾ പിടിച്ച് കിട്ടിയതാണിത്. ഇത് മാത്രമാണ് എനിക്ക് നല്ല ഉഷാറായിട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മദർ പ്ലാന്റ് ആണിത്. ഇതുപോലെ കെട്ടുപോയി കണ്ടല്ലോ. പലർക്കും അത് സീസൺ ഫ്ലവറായിട്ട് വാങ്ങിയിരിക്കുന്ന പിറ്റൂണിയുടെ ചെടികളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു കമ്പ് നട്ട് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് നോക്കിയതാണ്. കുറേ പിടിപ്പിക്കാൻ നോക്കി, പക്ഷേ ഇത് മാത്രമാണ്, ആ ഒരെണ്ണം മാത്രമാണ് നമുക്ക് പിടിച്ച് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് പിറ്റൂണിയ, നാടൻ പിറ്റൂണിയ നട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കമ്പാണ് നടുന്നത്. ഞാനതെല്ലാം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് പോയി കാണുക. അപ്പോൾ ഈ മനോഹരമായ കാഴ്ച നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്, ഞാൻ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിറ്റൂണിയ. അധികം വെള്ളമോ അധികം എന്താ പറയുക വെയിലോ ഇവയ്ക്ക് പാടില്ല കേട്ടോ. ഒരു പാർഷ്യലി ഭാഗം തന്നെ വെക്കണം. ഞാൻ അതുകൊണ്ടാണ് മഴക്കാലമൊക്കെ ആയി, മഴ 2-3 മഴ നമുക്ക് കിട്ടി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് എടുത്ത് മാറ്റി നമ്മുടെ സൈഡിലായിട്ട് സൺഷെയ്ഡിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ സൺഷെയ്ഡിൻ്റെ ഭാഗത്ത് ഹാങ് ചെയ്തിടുന്നത് തന്നെയാണ് കേട്ടോ ഭംഗി. വീടിനും ഒരു ഭംഗിയാണ്. നമ്മുടെ എന്താ പറയുക, പൂണ്ടായി നിൽക്കുന്നതും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന മറ്റൊരു ചെടിയാണ് ലാങ്കി. ഇതിപ്പോൾ നമുക്ക് ബഡ് ചെയ്ത് ചെറിയ ചട്ടികൾ വളർത്താൻ പാകത്തിന് നമുക്ക് നഴ്സറികളിൽ അവൈലബിൾ ആണ്. ഞാൻ നാടൻ ചെടികളുടെ വീഡിയോ ചെയ്ത കൂട്ടത്തിലും ഈ ലാങ്കിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെടിച്ചട്ടിയിൽ വളർത്താവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഇടയ്ക്ക് തരുന്ന, നമുക്ക് ഈ പൂന്തോട്ടത്തിലേക്ക് വരുമ്പോൾ തരുന്ന ഒരു മാസ്മരിക ഗന്ധം ഉണ്ടല്ലോ, അതാണ് നമുക്കിത് കൂടെ കൂട്ടാനായിട്ട് തോന്നുക.
ഒത്തിരി ഫ്ലവർ എപ്പോഴും പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഒന്നും പ്രത്യേകതയില്ല. ഇത് നമ്മുടെ കാശിത്തുമ്പയാണ്. ഞാൻ ബാഡ്സത്തിൻ്റെയും ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്ത് വീണ്ടും പാകി ഇതേപോലെ പൂക്കളായി തുടങ്ങി കേട്ടോ. എപ്പോഴും പൂക്കൾ തരും. നമുക്ക് വർഷക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഒന്നുമില്ല. ഇതിൻ്റെ വിത്തൊക്കെ പെട്ടെന്ന് മുളച്ച് കിട്ടും, അറിയാലോ. ഞാനിത് ഒത്തിരി ഇങ്ങനെ നട്ട് അതിൻ്റെ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് കളയാൻ തോന്നുന്നില്ല. എല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലന്താനയാണ്. പൈപ്പിൽ ലന്താന നട്ട് വളർത്തുന്ന രീതിയും അതിൻ്റെ കെയറിങ്ങും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. പ്രൂൺ ചെയ്തതിന് ശേഷം മനോഹരമായിട്ട് ഇതുപോലെ പൂണ്ടായി വന്നിരിക്കുന്ന കാഴ്ചയാണിത്. അപ്പോൾ ഇതുപോലെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ആ പഴയ വീഡിയോ ഒന്ന് നോക്കിയാൽ മതിയാവും കേട്ടോ. ഇത് നമ്മുടെ മിനിയേച്ചർ കോഴിവാലൻ നിറയെ ആയിട്ടുണ്ട് കേട്ടോ.